ISLൻ്റെ 2025-26 സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ ISL ക്ലബ്ബുകളും നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം വലിയൊരു സൈനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്നൊരു സിറ്റുവേഷനായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ 4 വിദേശ താരങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. ബാക്കി അവശേഷിച്ചിട്ടുണ്ടായിരുന്ന 2 വിദേശ താരങ്ങൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടുപോയി ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള മുഹമ്മദ് ഐമനും അസറും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്ന സിറ്റുവേഷൻ. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് അക്കാഡമിയിലൂടെ തന്നെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് KBFC പ്രൊഡക്റ്റിനും തന്നെ പറയാൻ സാധിക്കുന്ന 2 മലയാളികളായിട്ടുള്ള താരങ്ങളായിരുന്നു മുഹമ്മദ് ഐമനും മുഹമ്മദ് അസറും. ഇവരും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമൊക്കെ വിട്ടുപോയപ്പോൾ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാധകർക്ക് നല്ലൊരു ദേഷ്യം അല്ലെങ്കിൽ ടുവേർഡ്സ് മാനേജ്മെൻറ്റിന് നേരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു വിമർശനം തന്നെ ആരാധകർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന സാഹചര്യമായിരുന്നു. ഇങ്ങനെ ഇരിക്കെ വിത്തിൻ ഹവേഴ്സിനുള്ളിൽ തന്നെ 3 സൈനിങ്ങുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 വിദേശ താരങ്ങൾ ഉണ്ട് എന്നുള്ളത് വളരെയധികം ശ്രദ്ധ നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പിന്നെ ഈ പുതിയ വിദേശ താരങ്ങളെ സൈൻ ചെയ്തതിന് പകരം നേരത്തെ ഉണ്ടായിരുന്ന താരങ്ങളെ ടീമിൽ നിലനിർത്തിയാൽ പോരായിരുന്നോ എന്ന തരത്തിലും ഒരു ടോക്ക് നിലവിലുണ്ട്. എനിക്ക് തോന്നുന്നു സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണമായിരിക്കാം നിലവിലുള്ള താരങ്ങളെ ടീം റിലീസ് ചെയ്യുകയും മറ്റുള്ള താരങ്ങളെ അതായത് വില കുറവിലുള്ള അല്ലെങ്കിൽ അധികം വാല്യൂബിൾ അല്ലാത്ത താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ക്ലബ്ബ് നിലവിൽ ശ്രമിക്കുന്നത് എന്നാണ് ഈ ഒരു സൈനിങ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ അതിനെല്ലാം പുറമെ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം ഇന്ത്യൻ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൗളിൻ ബോസസിനെ പോലെ ഒരു മികച്ച ഇന്ത്യൻ മിഡ്ഫീൽഡറെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് വളരെയധികം ശ്രദ്ധ നൽകുന്ന ഒരു കാര്യമാണ്. പോരാത്തതിന് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെൻറ്റ് ടീമിൽ എത്തിച്ചിട്ടുള്ള 2 വിദേശ താരങ്ങളെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് മാർലൻ ട്രൂജിനോ എന്ന് പറയുന്ന ജർമ്മൻ മിഡ്ഫീൽഡറിനെയായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അധികം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികവേറിയ കരിയറുള്ളൊരു താരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയുവാനായിട്ട് സാധിക്കുന്നില്ല. അതിനെല്ലാം പുറമെ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒരു അറ്റാക്കിംഗ് പൊസിഷനിൽ കളിക്കുവാനായിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ സാധിക്കുന്ന കെവിൻ യോക്കെ എന്ന് പറയുന്ന താരമാണ്. സോ ഈ 2 വിദേശ താരങ്ങളാണ് നിലവിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ 2 താരങ്ങൾ. സോ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുവാൻ വേണ്ടി ക്ലബ്ബ് എടുത്തിട്ടുള്ള നിർണായകമായിട്ടുള്ള തീരുമാനമായിരിക്കും നിലവിലുള്ള പ്രധാനമായിട്ടുള്ള താരങ്ങളെയൊക്കെ തന്നെ റിലീസ് ചെയ്യുകയും മറ്റുള്ള ക്ലബ്ബുകളിലേക്ക് ലോൺ നയിക്കുകയും എന്നിട്ട് പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളത്. സോ ഇത് ക്ലബിൻ്റെ മാനേജ്മെൻറ്റിന് സാമ്പത്തികമായ നേട്ടമാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഉറപ്പായും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സീസണിൽ വളരെയധികം ഒരു തട്ടിക്കൂട്ട് സീസണെങ്കിൽ വേണമെങ്കിൽ പറയാണ്ട് സാധിക്കും. വെറും 90 മത്സരങ്ങൾ മാത്രം ബാക്കിയുള്ള അല്ലെങ്കിൽ അത്തരം മത്സരങ്ങൾ മാത്രം ബാക്കിയുള്ള വളരെ ഒരു ലീഗ് സ്ട്രക്ചറിൽ തന്നെ മുൻപോട്ട് പോകുന്ന, അതായത് 1ാം സ്ഥാനത്ത് എത്തുന്ന ക്ലബിന് ലീഗ് ട്രോഫി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും ഒരു കോമ്പറ്റീഷനൊന്നും ബ്ലാസ്റ്റേഴ്സ് നിലനിൽക്കാതെ വളരെയധികം സാമ്പത്തിക അച്ചടക്കം മുൻപോട്ട് വെച്ച് അല്ലെങ്കിൽ അത് പുലർത്തിക്കൊണ്ട് കൂടുതലും ഇന്ത്യൻ താരങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് 4 വിദേശ കോട്ടകൾ നിലവിൽ ബാക്കി നിർത്തിക്കൊണ്ടാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. ഇനി അത് ഫില്ല് ചെയ്യുമെന്നത് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നിലവിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി വിദേശ താരങ്ങൾ ഉണ്ടാവില്ല എന്നായിരുന്നു. പക്ഷേ വളരെയധികം ഞെട്ടലോടുകൂടി തന്നെയാണ് ആരാധകർ ഇപ്പോൾ ഇരിക്കുന്നത്. സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.